ഹായ്, ദിസ് ഈസ് ആൻലിയ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം എൻ്റെ ബാച്ചിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മെഡ് ഫിസിക്സ് ലാബും ലെക്ചറും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിലോട്ട്. സോ പോകുന്ന വഴിക്ക് കാണാം. ആയോ? ഉച്ചയ്ക്ക് 1 മണിക്കാണ് ക്ലാസ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഇനി ഞാനും പോയി ജോയിൻ ചെയ്യട്ടെ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്ന് വരെ എനിക്ക് നേരത്തെ ഫുഡ് എടുത്ത് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അല്ലേ അഞ്ജു? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. എന്തോ ഇതുവരെ വീഡിയോ എടുക്കാത്ത പോലത്തെ എക്സ്പ്രഷൻ ഒക്കെ ഭാര്യ വിതറുന്നുണ്ട് രണ്ടുപേരും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ഭയങ്കരം തന്നെ. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി യൂണിവേഴ്സിറ്റിയിലോട്ട് നടക്കാൻ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പൊ ഞങ്ങളിതാ നടക്കുവാണ്. ഒരാള് ഒളിച്ചു നിൽക്കുവാണ്. ഒളിച്ച് വീഡിയോയിൽ വരണ്ട എന്നുള്ളതില് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വേറെ ഷോ, അത്രേ ഉള്ളൂ. ഇവിടെ നിറയെ മൽബറി. ആരെങ്കിലും അടിച്ചു കഴിഞ്ഞ് ഞാൻ ഓടി. ഇത് വൈറ്റ് മൽബറിയാണ്. വൈറ്റ് നമ്മളെ നാട്ടിലുണ്ടായിന്. ഇത് വാങ്ങിക്കാൻ കിട്ടും നഴ്സറിയില്. അങ്ങനെയുണ്ട്, അടിപൊളി. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, വൈറ്റ് കളർ മൽബറി കഴിക്കണതും. പക്ഷെ എല്ലാരും ഇത് പച്ചയാണെന്ന് വിചാരിച്ചിട്ട് എടുക്കത്തില്ലായിരിക്കും അല്ലേ? നമ്മൾ പച്ചയെന്ന് വിചാരിച്ചാണ് എടുത്തത്. സത്യം. എന്തെങ്കിലും കിട്ടിയാ മതിയല്ലോ. ഒരു കുറെ പേടിച്ചു, എന്നിട്ട് നമുക്ക് ഹോസ്റ്റലൊന്നും തിന്നാ ഇല്ലാത്തപ്പോ തിന്നു. ഒരു 5 നില കേറാനുണ്ട്. ഇവിടെ നമ്മുടെ വൈസ് ഡീനിന്റെ അടുത്ത് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് പോലും ലിഫ്റ്റ് ഓപ്പൺ ആക്കി തരുന്നില്ല. അഞ്ജുവിന് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച്? ഉണക്കി തന്നിരുന്നേ കൊള്ളായിരുന്നു. കഴിച്ചതൊക്കെ ദഹിക്കും. സത്യം. ഇനി ക്ലാസ് എത്തിയിട്ട് കാണാം. ബൈ. ഞങ്ങളിപ്പോ ഈ 5 നിലയും കയറിയത് ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്നു. ഓവറാണേ. നമ്മൾ ബേസിക്കലി പഠിപ്പിസ്റ്റുകളായോണ്ട് ഫ്രണ്ട് ബെഞ്ചിലേ ഇരിക്കും. അതെ, കാരണം ഇവിടെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഇവിടെ സാറുമാർക്ക് നമ്മുടെ ഫേസ് ഫെമിലിയർ ആവണം. അപ്പൊ മാർക്കൊക്കെ താനേ വരും. അതെ, പറക്കണ കൊള്ളാടി, ബുക്ക് പറക്കണ കൊള്ളാ. ഇതും കൂടെ അതിനെ മാറ്റി. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ സാറ് മെഡ് ഫിസിക്സിന്റെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലാബുണ്ട്. ലാബ് പക്ഷേ ഇവിടെ വെച്ചിട്ടല്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളിനി ലാബിന് പോകുമ്പോൾ കാണാം. ഓക്കെ. 1.67 into 10 raised to minus 24. 10 raised to minus 24. ഞാനൊക്കെ പഠിക്കണ രീതി ഞാനൊക്കെ അവിടെ പോയി നിന്ന് അതാണ്. ശരി, എന്നാ ഗൈസ്, ക്ലാസ് തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാവരും കഥം പോകുകയാണ്. ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ 1 hour എല്ലാവരും ഭയങ്കര സിൻസിയറിറ്റൊക്കെ ആയിരുന്നു, ആക്റ്റീവൊക്കെ ആയിരുന്നു. ഇപ്പോഴും മറ്റേ ഏതൊരു പാട്ടുണ്ടല്ലോ, തോ തോ തീ തീ. This is our leader, our group leader.
കൊഞ്ചുകോ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? സോ ഗൈസ് നമ്മളിപ്പോൾ ലാബിന് പോവാണ്. ലാബിന് ഞങ്ങളുടെ 2 ഗ്രൂപ്പിലുള്ള പിള്ളേരും ഉണ്ട് അല്ലേ. ഗൈസ് അവരങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും. ഏതോ തജിക്കുകൾ. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഞങ്ങളുടെ ഫിസിക്സ് ലാബിലെ അസിസ്റ്റൻ്റാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. സോപ്പിടുന്നു എന്തിനാ ചോദിച്ചോക്ക്. 2 hours or 1 hour? Ma'am, this is our last class. 1 hour. 1 hour we study, 1 hour party. No. 1 hour you need to write, second hour you need to Answer. ഗൈസ് നമുക്കിപ്പോൾ ഫിസിക്സ് ലാബ് നടക്കും. ഭയങ്കര ടയേർഡായി, ഭയങ്കരമായിട്ട്. ഇവരാണെങ്കിൽ കുറേ എഴുതാൻ തന്നെ. ഞാൻ പകുതി വെച്ച് നിർത്തിയിരിക്കാം. പക്ഷെ അപർണ പവർ ഇപ്പൊ നോട്ട് ചെക്ക് ചെയ്യും. ശരിയാ. അപ്പം ഞാൻ പോയി എഴുതട്ടെ. അപ്പോൾ ഗൈസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇന്ന് ക്ലാസ്സൊക്കെ ഇത്രയേ ഉള്ളൂ. കാരണം ഇന്നൊരു ദിവസമാണ് ഇങ്ങനെ ഹെക്റ്റിക്കായിട്ട് ഉണ്ടായിരുന്നു, 6 മണി വരെ ക്ലാസ്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ട് ഞങ്ങൾക്ക് ലാബ് കാണത്തില്ല. അപ്പോൾ 3 മണിക്ക് നമുക്ക് വീട്ടിൽ പോകാം, അല്ല ഹോസ്റ്റലിൽ പോവാം. നാട്ടിൽ പോവാൻ. ഓക്കെ ബൈ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്.